ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പഠിക്കാൻ പോവാണ്. അതെ ഗായ്സ്, ഇന്ന് നൈനുവിൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. എൻ്റെ മോളെ LKG-യിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പം മോളുടെ ആദ്യമായിട്ടുള്ള സ്കൂൾ ഡേ ആണിന്ന്. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞിനെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുളിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് മാമനും ഞാനും എൻ്റെ അനിയനും ഞാനും പിന്നെ എൻ്റെ വേറൊരു അനിയനും കൂടെ ഉണ്ട്, എൻ്റെ മാമൻ്റെ മോൻ. അവനും കൂടെ ചേർന്ന് എൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. സ്കൂളും വീടുമായിട്ട് ഇത്ര ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ആ ഒരു സ്ലാബ് ഇട്ട ഓടപ്പുറം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളാണ്. അതുകൊണ്ട് ദൂരത്തിൻ്റെ ആ ഒരു ടെൻഷനൊന്നും എനിക്കില്ല. പെട്ടെന്ന് എന്തൊരു കാര്യം വന്നാലും ഓടി ചെല്ലാൻ പറ്റുന്ന ആ ഒരു ദൂരത്തായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊരു ടെൻഷനില്ല. പിന്നെ ചെന്ന പാടെ അതിനുവേണ്ടി ബലൂണൊക്കെ കൊടുത്തിട്ട് റാലിക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇറക്കി. ആരടുത്തും വലുതായിട്ട് അടുത്തങ്ങ് പോയി ടീച്ചർമാരൊന്നും പിടിച്ചിട്ട് പോയില്ല. അതുകൊണ്ട് ഞാനും കൂടെയാണ് കേട്ടോ അവളുടെ കൂടെ നിന്നത്. എന്നിട്ട് പിള്ളേരെല്ലാം വരിവരിയായിട്ട് ഗസ്റ്റുമായിട്ട് തിരിച്ച് വന്നിരുന്ന ആ ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെ വന്നിരുന്നു. പിന്നെ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നൈനും എൻ്റെ ഇടയ്ക്ക് അവിടെ കിടന്ന് നല്ല തുള്ളിച്ചാട്ടമായിരുന്നു. ഒന്നും അറിയാതെ സ്കൂളിൽ ചേർന്നിട്ടുണ്ടോ എന്നും മനസ്സിലാക്കാതെ കിടന്ന് തുള്ളിച്ചാട്ടമൊക്കെ ആയിരുന്നു. പിന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെല്ലാവരെയും, പുതിയതായിട്ട് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാവരെയും സിസ്റ്റർമാരും എല്ലാവരും മടിയിലിരുത്തിയിട്ട് ആദ്യ അക്ഷരമൊക്കെ കുറിപ്പിച്ചു കൊടുത്തു. അത് സ്കൂളിൽ ആദ്യമായിട്ട് ചേർത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ടുണ്ടായത് പിള്ളേരുടെ എല്ലാവരെയും ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ. അതൊരു വല്ലാത്ത ഒരു ഇതായിരുന്നു. കാരണം പലയിടത്തുനിന്ന് കരച്ചിൽ, നിലവിളി, പൊട്ടിത്തെറി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നൈന് ഒരു വിധത്തിൽ ടീച്ചർമാരുടെ കൂടെ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പകുതി വരെ ഒന്ന് ആക്കി കൊടുക്കാൻ പറഞ്ഞു. ആക്കി കൊടുത്തതിന് ശേഷം ആ ടീച്ചർ എൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞിനെ കറക്കിയെടുത്ത് വലിച്ചുകൊണ്ടൊക്കെ പോയി. അത് കണ്ടപ്പോഴത്തേനും എനിക്ക്, കാരണം അവരങ്ങനെ ചെയ്താലേ കുഞ്ഞ് കൂടെ ചെല്ലത്തോളൂ. അതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ കുറേ നേരം അവിടെ കാത്തു നിന്നപ്പോഴത്തേനും നൈനും അവിടെ നിന്ന് വരുന്നുണ്ട്. വിങ്ങിയാണ് എന്നെ നോക്കിക്കൊണ്ട് വരുന്നത്. കാരണം എന്നെ കളഞ്ഞിട്ട് പോയില്ലേ അമ്മേ എന്നുള്ള ഒരു എക്സ്പ്രഷനിലൊക്കെയാണ് വന്ന് നിന്നത്. പിന്നെ എല്ലാവരെയും കൊണ്ട് നിർത്തി ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിൽ നിരത്തി നിർത്തി. അപ്പോഴും എന്നെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴത്തേനും എൻ്റെ കൺട്രോളെല്ലാം പോയി. കാരണം നമ്മൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി തൊട്ട് അവൾ വീട്ടിൽ കാണത്തില്ലല്ലോ. അവൾക്ക് ഇനി ശനി ഞായർ ഉള്ള ആ ഒരു ലീവ് ദിവസം മാത്രമായിരിക്കും അവൾ വീട്ടിൽ. അല്ലെങ്കിൽ പിന്നെ എന്നും സ്കൂളിൽ പോകുന്നു, രാവിലെ പോകുന്നു, പിന്നെ വൈകിട്ട് വരുന്നു, കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു, പിന്നെയും രാവിലെ പോകുന്നു. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോഴത്തേനും ഒരു പാരൻ്റ് എന്ന നിലയിൽ നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞ് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിഷമവും സങ്കടവും എന്താ പറയേണ്ട ആ ഒരു ഫീലിങ്സൊക്കെ ആയിരുന്നു എനിക്ക്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സ്കൂളിലെ പാർക്കിലോട്ട് വന്ന് കുറച്ച് നേരം നൈനുവിനെ അവിടെ കളിപ്പിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഞാനും ഈ സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിച്ചത്, ഇതിൻ്റെ ഇപ്പുറത്ത്.